വചനസാരം വചനസാരം. ഈശോയാൽ സ്നേഹിക്കപ്പെടുന്നവരെ, എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ അതിൽ പരിശുദ്ധ പരമ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യം വചനത്തിലൂടെ വെളിപ്പെടുന്നുണ്ട്. ഈശോ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുന്നുവെന്ന്. അങ്ങനെ വചനം പാലിച്ച് ഈശോയെ സ്നേഹിക്കുന്നവനെ പിതാവായ ദൈവവും സ്നേഹിക്കുന്നു. എന്നാൽ ഈ വചനങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ കർത്താവിൻ്റെ വചനങ്ങളെ, കൽപ്പനകളെ പാലിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. പലപ്പോഴും ഒരു സുഹൃത്ത് ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്നത് വാക്കിന് വിലയില്ലാതെ വരുമ്പോഴാണ്, പരസ്പര ബഹുമാനം ഇല്ലാതെ വരുമ്പോഴാണ്. നീ എൻ്റെ വാക്ക് കേട്ടില്ല എന്നുള്ള പരാതി വരുമ്പോൾ അവിടെ ബന്ധങ്ങളിലെ വിള്ളലുകൾ വരുന്നു. നീ എൻ്റെ വാക്ക് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെയാണ് വിലയില്ലാതെ വരുന്നത്. ഈശോ നമുക്ക് നൽകിയ കൽപ്പന അത് സ്നേഹത്തിൻ്റെ കൽപ്പന മാത്രമാണ്. ഈ ഒരു കാര്യത്തിൽ വീഴ്ച വരുമ്പോൾ, ദൈവത്തോടും മനുഷ്യനോടുമുള്ള സ്നേഹത്തിൽ വീഴ്ചകൾ വരുമ്പോൾ, ആ ദൈവവുമായിട്ടുള്ള ഈശോയായിട്ടുള്ള സ്നേഹബന്ധത്തിലും വീഴ്ചകൾ നമുക്ക് വരുന്നു. ആടുകൾക്കായി ഞാൻ എൻ്റെ ജീവൻ അർപ്പിക്കും എന്ന വാക്കിന് വില നൽകി അത് പാലിച്ചു കാണിച്ചവനാണ് യേശുനാഥൻ. അങ്ങനെയുള്ള ഈശോയുടെ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഈശോയുടെ ആ സ്നേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് വലിയ വില നൽകാം. അത് പാലിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ. അതിനായി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ചോദിക്കാം. നമ്മുടെ ജീവിതത്തിലെ ഓരോ തിരഞ്ഞെടുപ്പിലും നന്മയും തിന്മയും മുൻപിൽ വരുമ്പോൾ നന്മയായിട്ടുള്ളത് വിവേചിച്ചറിഞ്ഞ് തിരഞ്ഞെടുക്കാനും യേശുവിൻ്റെ കൽപ്പനയിൽ നിലനിൽക്കാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും പ്രത്യേകമായിട്ട് ഈ ദിനം നമുക്ക് ചോദിക്കാം. ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനസാരം വചനസാരം.